ശ്രീ വെമ്പായ നസീർ, ഇതൊരു ആരോഗ്യ പ്രശ്നം എന്നതിലുപരി വലിയൊരു സാമൂഹ്യ വിപത്തിലേക്ക് കൂടി ഇത് വഴിവെക്കുന്നു എന്നാണ് ഡോക്ടർ കമ്മപ്പ നമ്മളോടൊപ്പം സംസാരിച്ചപ്പോൾ ഏറ്റവും ഒടുവിൽ പറഞ്ഞു നിർത്തിയത്. മതവിശ്വാസത്തിന്റെ പേരിൽ വാക്സിനേഷനിൽ നിന്നടക്കം വിട്ടുനിൽക്കുന്ന ഒരു ജനസമൂഹം നമ്മുടെ മുന്നിൽ ഉണ്ട്. പ്രത്യേകിച്ചും കോവിഡ് കാലത്താണ് അത് അങ്ങേയറ്റം പ്രകടമാകുന്ന ഒരു സ്ഥിതി ഉണ്ടായത്. മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനെ വാക്സിനേഷനോട് മുഖം തിരിഞ്ഞു നിൽക്കുന്ന ഒരു ജനതയെ നമുക്ക് കാണാൻ കഴിഞ്ഞത്. നേരത്തെ ഈ പോളിയോ വാക്സിൻ എടുക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വിവിധ വാക്സിൻ എടുക്കുന്ന കാര്യത്തിലൊക്കെ വലിയ വിമുഖത, എതിർപ്പെല്ലാം ഉയർന്ന ഒരു മേഖലയാണ് മലപ്പുറം, കോഴിക്കോട് ആ ഭാഗങ്ങൾ എന്ന് പറയുന്നത്. ഈ മലബാറിൽ നിന്ന് തന്നെയാണ് ഇത്തരത്തിൽ ഒരു വിശ്വാസത്തിൻ്റെ പേരിൽ, മതത്തിനോടുള്ള വിശ്വാസത്തിൻ്റെ പേരിൽ വീടുകളിൽ പ്രസവം എന്ന് പറയുന്ന പുതിയ ഫാഷൻ കേരളത്തിൽ വലിയ തരംഗമായിരിക്കുന്നത്. നേരത്തെ നമുക്കറിയാം, ഒരു ആധുനിക മെഡിക്കൽ സൗകര്യങ്ങളും ഒന്നും ഇല്ലാതിരുന്നൊരു കാലത്ത് വീടുകളിൽ പ്രസവം സർവ്വസാധാരണമായിരുന്നു. അതിൽ കൃത്യമായ റിസ്കുകളും അന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ലല്ലോ സ്ഥിതി. ഇങ്ങനെ ഒരു സംഭവത്തെ നമ്മുടെ പരിഷ്കൃത സമൂഹത്തിന് പ്രോത്സാഹിപ്പിക്കാൻ കഴിയുമോ ശ്രീ വെമ്പായ നസീർ? ഞാനിത് മനസ്സിലാക്കിയത്, ഇത് മലപ്പുറത്തും അതുപോലെ കോഴിക്കോട് മുസ്ലിം ന്യൂനപക്ഷ പ്രദേശങ്ങളിൽ എന്തെങ്കിലും ഇതുപോലത്തെ കാര്യങ്ങൾ നടക്കുമ്പോൾ അത് ലെൻസ് വെച്ച് നോക്കി തപ്പിപ്പിടിച്ച് അത് വലിയൊരു വിവാദമാക്കുന്നത് നമ്മുടെ ഈ മതേതര കേരളത്തിന് നല്ലതല്ല. നമുക്കറിയാം, കേരളത്തിലെ ഏറ്റവും മികച്ച ഒരു ആരോഗ്യരംഗമാണുള്ളത്. ഏറ്റവും മികച്ച ആരോഗ്യ പ്രവർത്തന സർക്കാർ, അതിനെല്ലാം നല്ല മികച്ച പരിഗണന കൊടുത്തുകൊണ്ട് ആരോഗ്യരംഗമൊക്കെല്ലാം ഉഷാറായി കേരളത്തിൽ പോകണമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതുപോലെ കുറച്ച് ആൾക്കാർ സംഘടിച്ച് ഇതുപോലെ ഈ വീടുകളിൽ പ്രസവിക്കണം എന്നുള്ള ഇതൊന്നും പറഞ്ഞൊന്നും സർക്കാരിന് അത് ബാധിക്കുകയോ അല്ലെങ്കിൽ ഇതിൻ്റെ സർക്കാരിൻ്റെ ഈ പ്രവർത്തനങ്ങളെ അത് തകർന്നു മറിക്കുകയോ ഒന്നും ചെയ്യുന്നതല്ല. പിന്നെ എവിടെയെങ്കിലും ഒരു എലി ചത്താൽ അത് കൊന്നത് അലിയാണ് എന്ന് പറഞ്ഞ് ഈ വരുത്തി തീർക്കുന്ന ഒരു പ്രവണത ആരാണ് വരുത്തി തീർത്തത്? ജനം ടി വി ആണോ വരുത്തി തീർത്തത്? അല്ല, താങ്കൾ ഈ ഒരു സംഭവത്തെ അവിടെ ഒരു ചെറിയ വിവാദം ഉണ്ടാകുമ്പോൾ ലെൻസ് വെച്ച് കണ്ടുപിടിച്ച് വിവാദങ്ങൾ സൃഷ്ടിക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ടാണ് ചോദിക്കുന്നത്. അങ്ങനെ വിവാദം ഞങ്ങൾ ഉണ്ടാക്കിയതല്ലല്ലോ. വളരെ കൃത്യമായി അതിൻ്റെ വീഡിയോ പുറത്തു വന്നിരിക്കുകയാണ്. ഇങ്ങനെ വീട്ടിൽ പ്രസവം നടത്തുന്ന സ്ത്രീകളെ ധീര വനിതകൾ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടും അവർക്ക് അവാർഡ് നൽകുന്ന ഒരു രീതി, അത് കൃത്യമായി മതവിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് വളരെ വ്യക്തമാണ്. അപ്പോൾ ഇത് അങ്ങേയറ്റം ആധുനിക മെഡിക്കൽ സംവിധാനങ്ങൾ നിലനിൽക്കുന്ന ഒരു സംസ്ഥാനത്ത്, ആരോഗ്യ മേഖലയിൽ വലിയ തോതിൽ നമ്മൾ മുന്നോട്ട് പോയ ഒരു സംസ്ഥാനത്ത് ഇത് ശരിയാണോ എന്നാണ് ഞാൻ ചോദിച്ചത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ മാഡം, ഇത് ആരാണ് നടത്തിയത്? നിങ്ങൾ ഈ പറഞ്ഞ ഈ വീട്ടിലെ പ്രസവം എന്ന് പറയുന്ന സംഘടനയാണ്. ആരെയാണ് അത് പ്രതിദാനം ചെയ്യുന്നത്? ആ പ്രതിനിധാനം ചെയ്യുന്നത് ആരെയാണ് എന്നത് ആ ദൃശ്യങ്ങൾ PCR പ്ലീസ്, ആ ദൃശ്യങ്ങൾ ഒന്ന് കാണിച്ചാൽ അവിടെ നടന്ന കാര്യങ്ങൾ വളരെ കൃത്യമായി മനസ്സിലാകും. ഒന്ന് പറയണം, അത് ആരെയാണ് പ്രതിദാനം ചെയ്യുന്നത്? പറയണം. അത് ഇതാരെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് ശ്രീ വെമ്പായ നസീർ? താങ്കൾക്ക് കണ്ടിട്ട് മനസ്സിലാകും. ഒരു മക്കനെ ഒരു കറുത്ത തുണി എടുത്ത് തലയെ കൂടെ മക്കനെ ഇട്ട് കഴിഞ്ഞാൽ ഇസ്ലാമിക സംഘടന ആവൂല. സുന്നി സംഘടന, കേരളത്തിലെ ഏറ്റവും വലിയ ആധികാരികമായ സുന്നി സംഘടന, സംഘടന, EK സംഘടന, മുജാഹിദ് സംഘടന, സലഫി സംഘടന, വിസ്ഡം സംഘടന, ഇത് ജമാഅത്തെ ഇസ്ലാം, ഇതുപോലെ ഒരുപാട് ധാരാളം സംഘടനകൾ, മുസ്ലിം സംഘടനകളുണ്ട്. ഏതെങ്കിലും ഒരു ഈ മുസ്ലിം സംഘടനകളാണോ ഇതിൻ്റെ പിന്നിലൊന്നും നിങ്ങൾ തെളിയിക്കാൻ ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ്. ഏതെങ്കിലും പെണ്ണുങ്ങൾ ഇതുപോലെ കറുത്ത തുണി എടുത്ത് ഇങ്ങനെ ഇട്ടുകൊണ്ട് ഇങ്ങനെ ഇത് കാണിച്ചാൽ ഇസ്ലാമിൻ്റെ മണ്ടേ കൊണ്ട് വെക്കലും 6-ാം നൂറ്റാണ്ട് 7-ാം നൂറ്റാണ്ട് എന്നൊന്നും പറഞ്ഞ് മതത്തിന്റെ മണ്ടയിൽ വെച്ച് പരിഹസിക്കുന്നത് നല്ലതല്ല. ഇത് മതത്തിന്റെ പിന്നിലല്ലാതെ പിന്നെ എന്താണ് ശ്രീ വെമ്പായ നസീർ? ഇവിടെ അല്ലാതെ നിൽക്കുന്ന ഏതെങ്കിലും മതവിഭാഗത്തിൽപ്പെടുന്ന സ്ത്രീകളാണോ ഇത്തരത്തിൽ ഇത്ര വലിയ കേരളത്തെ പിന്നോട്ടടുപ്പിക്കുന്ന 6-ാം നൂറ്റാണ്ടിലേക്കൊക്കെ നയിക്കുന്ന താലിബാനിസം കേരളത്തിൽ നടപ്പിലാക്കുന്ന ഒരു ആശയഗതിയുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്? പിന്നെ ഏത് മതവിഭാഗത്തിൽപ്പെടുന്നവരാണ്? ഇത് കേരളമാണ്. ഇവിടെ താലിബാൻ ശരി, ഇവിടെ ഇതൊന്നും ഇവിടെ ചെലവാകൂല. ഇത് കേരളമാണ്. എന്തുകൊണ്ട് നടപടി ഉണ്ടായില്ല? സ്ട്രോങ് ഇത് കേരളത്തിന്റെ സാമൂഹ്യ വ്യവസ്ഥിതിയുടെ നിരക്ക്
വലിയ വെല്ലുവിളി ഉയർത്തുന്ന ഒരു വിഷയമാണ്. എന്തുകൊണ്ട് നടപടി ഉണ്ടാകുന്നില്ല? വെല്ലുവിളി സംഘപരിവാർ ശക്തികൾക്ക് ചില വെല്ലുവിളിക്ക് കേരള സർക്കാരിനോ അല്ലെങ്കിൽ മതേതര കേരളത്തിനോ ഇതൊന്നും ഒരു വെല്ലുവിളിയല്ല. ഇവിടെ ഒരു ഇടത് സർക്കാർ ഇവിടെ ശക്തമായിട്ട് ഇതെല്ലാം നിരീക്ഷിച്ച് ഇന്റലിജൻസ് വിഭാഗങ്ങളെല്ലാം കറക്റ്റ് നിരീക്ഷിച്ച് പോവുകയാണ്. ഇതൊന്നും അങ്ങനത്തെ ഇതിലൊന്നും കേരള സർക്കാരിന്റെ കണ്ണിലൊന്നും കണ്ടിട്ടുമില്ല. അങ്ങനെ ഉണ്ടായാൽ കേരള സർക്കാർ ശക്തമായ നടപടിയെടുക്കും. ഇത് കേരളത്തിൽ നടന്നിട്ടില്ല എന്ന് അങ്ങ് പറയുന്നുണ്ടോ? നടക്കാൻ ഇതിന്റെ ഈ സംഘടനയുടെ പേരൊന്ന് പറയണം മാഡം. ഇത് സംഘടന നടത്തിയത് അക്കുഷി എന്ന് പറയുന്ന സംഘടനയാണ്. അക്കുഷി എന്ന് പറയുന്ന ഒരു സംഘടന ആ സ്റ്റേജിൽ നിന്നും കേട്ടതാണ്. വളരെ കൃത്യമായി അങ്ങേയറ്റത്തെ ദുരൂഹത ഈ സംഘടനയെ കുറിച്ചുകൊണ്ട് ഈ സംസ്ഥാന വ്യാപകമായി ഒരു തരം ക്യാമ്പയിൻ വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ കേന്ദ്രീകരിച്ച് ഒരു ക്യാമ്പയിൻ നടക്കുന്നു. ഇതിന്റെ ഫലമായാണ് ഇത്തരത്തിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള സ്ത്രീകളെ അണിനിരത്തിക്കൊണ്ട് അവിടെ ഒരു സംഗമം, കോഴിക്കോട് ഒരു സംഗമം സംഘടിപ്പിക്കപ്പെട്ടത്. നമ്മൾ അവരുടെ ആളുകളുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചു. പക്ഷേ അവരാരും ഈ മുഖ്യധാര സമൂഹത്തിലേക്ക് വന്ന് ഈ കാര്യങ്ങൾ പറയാൻ ധൈര്യപ്പെടുന്നില്ല. ആ ധൈര്യമില്ല. കൃത്യമായി ഒരു ജെനുവിൻ ഇഷ്യൂ ആണ് അവർ മുന്നോട്ട് വെക്കുന്നത്. കൃത്യമായ സത്യസന്ധമായ ഒരു കാര്യമാണ് എന്നുണ്ടെങ്കിൽ പൊതുജന മധ്യത്തിൽ പറയുന്നതിന് എന്താണ് ബുദ്ധിമുട്ട്? ഇതുമായി ബന്ധപ്പെട്ട് ഒരാൾ പോലും പ്രതികരിക്കാൻ വരുന്നില്ല എന്നാണ് ഞങ്ങളോട് പറഞ്ഞത്. ഡോക്ടർ കമ്മപ്പ, അങ്ങേക്ക് ഈ വിഷയത്തിൽ എന്തോ പറയാനുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ഡോക്ടർ കമ്മപ്പ, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ വീട്ടിലെ പ്രസവം പ്രൊമോട്ട് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഒരു ചില അക്യൂപങ്ചർ പ്രാക്ടീസുകാരാണ്. ഈ അക്യൂപങ്ചറിൽ തന്നെ ഇത് ഞാൻ ഫേസ്ബുക്കിൽ നിന്നാണ്, എനിക്ക് അതിന്റെ സത്യാവസ്ഥ അറിയില്ല. ഈ അക്യൂപങ്ചർ തന്നെ ഒരു ശരിയായ ഒരു ശാസ്ത്രീയമായ സംഗതിയാണോ എന്നുള്ളതും എനിക്കറിഞ്ഞുകൂടാ. കാരണം എനിക്കറിയാത്ത വിഷയത്തെ പറ്റി അഭിപ്രായം. എന്നാലും അതൊരു ഞങ്ങൾ പഠിച്ചിട്ടുള്ള അനാട്ടമി എന്ന് പറയുന്ന ശരീരശാസ്ത്രം അനുസരിച്ചിട്ട് അത് അത്ര ശരിയാണെന്ന് വിശ്വസിക്കാൻ പ്രയാസമാണ് എന്നെ പോലുള്ള ആൾക്കാർ. ഏതായാലും ഞാൻ ഫേസ്ബുക്കിൽ വായിച്ചാണ് കേട്ടോ ഈ കോഴിക്കോടുണ്ടായ ഇഷ്യൂ. അതിനകത്ത് ആ കൊച്ചിന്റെ പിതാവും മാതാവും രണ്ടുപേരും ഈ പറഞ്ഞ അക്യൂപങ്ചർ പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷെ ഈ അക്യൂപങ്ചറിൽ തന്നെ വ്യാജന്മാരുണ്ടെന്നാണ് പറയുന്നത്. ഞാൻ ഫേസ്ബുക്കിൽ ഒരു ശരിക്ക് അക്യൂപങ്ചർ പഠിച്ചു എന്ന് പറയുന്ന ഒരു ഡോക്ടറെ പോസ്റ്റ് വായിച്ചതാണ്. അയാൾ പറയുന്നത് ഈ അക്യൂപങ്ചർ എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന ആ ശാസ്ത്രത്തിൽ പ്രസവം എന്നൊരു സംഭവം തന്നെ ഇല്ല. അവർ പഠിക്കുന്നില്ല, അതേപ്പറ്റി അവർക്ക് അറിയില്ല, അതിന് ഒന്നും അറിയില്ല. ആ രീതിയിലാണ്. എന്നാൽ അതിൽ തന്നെ ഒരു വ്യാജ വിഭാഗം ഉണ്ടെന്ന് പറയുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വാളിഫൈഡ് അല്ലാത്ത, അത് പ്രത്യേകിച്ച് തിരൂര് കേന്ദ്രീകരിച്ചാണ് നടക്കുന്നതെന്നാണ് പറയുന്നത്. ഒരാള് ഇതേപോലത്തെ അയാളൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് പേരൊക്കെ ഉണ്ടാക്കി അതിനകത്ത് കുറെ സർട്ടിഫിക്കറ്റുകളൊക്കെ കൊടുത്ത് 3 മാസത്തെ കോഴ്സിന് 75,000 രൂപ എങ്ങാണ്ട് മേടിച്ച് അക്യൂപങ്ചർ ഡോക്ടർ എന്ന് പറഞ്ഞിട്ട് ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ഒരു പ്രസ്ഥാനമുണ്ട് അത്ര. അതിൽപ്പെട്ട ആൾക്കാരാണ് ഈ കുട്ടിയുടെ മാതാപിതാക്കൾ എന്ന് പറയപ്പെടുന്നു. ഞാൻ ഫേസ്ബുക്ക് പോസ്റ്റാണ്, ഞാൻ പറഞ്ഞല്ലോ, എനിക്കത് വായിച്ച വിവരമേ ഉള്ളൂ. ഏതായാലും ഇതിനകത്ത് ചെറിയൊരു കഴമ്പുണ്ടെന്ന് തോന്നുന്നു. കഴിഞ്ഞ വർഷമാണോ അതിന് 30 വർഷമാണോ തിരുവനന്തപുരത്ത് ഒരു സ്ത്രീ മരിച്ച സംഭവം ഓർമ്മയുണ്ടോ? ഒരു ഭർത്താവും ഈ അക്യൂപങ്ചറിന്റെ ആളും അറസ്റ്റിലായി. കഴിഞ്ഞാൽ സിസേറിയൻ കഴിഞ്ഞ്, അതും 2 സിസേറിയൻ കഴിഞ്ഞ ഒരു സ്ത്രീയെ വീട്ടിൽ പ്രസവിപ്പിക്കാൻ നോക്കി. അപ്പൊ ഈ അക്യൂപങ്ചറും ഇതും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ടെന്നുള്ളതാണ് നമ്മുടെ പ്രത്യേകിച്ച് അനുഭവത്തിലും മനസ്സിലാവുന്നത്.